എന്താടോ വെച്ചേക്കുന്നേ? എല്ലാവരും വെച്ചേക്കുന്നതാ സാർ, ഞാനും വെച്ചേക്കുന്നേ. ഏയ് എന്താ പറഞ്ഞേ? എന്റെ അമ്മൂമ്മ കെട്ടിത്തന്ന ഏലസാ സാർ. ദുഷ്ടശക്തികൾ അടുക്കാതിരിക്കാൻ വേണ്ടി കെട്ടിത്തന്നതാണ് സാർ. സാർ ഇതിൽ കൈവെക്കാതെ സാർ. കൈവച്ചാൽ എന്റെ വിശ്വാസത്തെയും ഭക്തിയെയും ചോദ്യം ചെയ്യുന്നത് പോലെയാവും സാർ. എന്റെ അപ്പൂപ്പന്റെ ഇതിലും വലുതാ. ഇവിടെ നോക്ക്, സൈഡിൽ നോക്ക്, ബാക്കിൽ നോക്കിക്കോ. ഓക്കെ ഓക്കെ സാർ. എങ്ങനെയുണ്ട് എസ്കേപ്പ്? എടാ വളരെ ധൈര്യത്തോടെ നിന്ന് കൊടുത്തല്ലോ. എവിടെയാണ് സാധനം? ഗോശയുടെ സിസ്റ്ററിന്റെ ബാഗിലിട്ടു, സേഫ് ആയിട്ട് വെളിയിൽ. എടാ ദ്രോഹി. ലൈറ്റർ. താങ്ക് യു. നോ മെൻഷൻ. മാഡം ഈ പേഴ്സ് നിങ്ങളതാണോ? കണ്ടോ മാഡം നമ്മുടെ നാട്ടുകാരെ ഇങ്ങനെ പേഴ്സ് എവിടെയെങ്കിലും കൊണ്ട് കളയും, പിന്നെ കഷ്ടപ്പെട്ട് തേടിക്കൊണ്ടേയിരിക്കും. എന്റെ കയ്യിൽ കിട്ടിയത് കൊണ്ട് സേഫായി എടുത്തു വെച്ചു. എത്ര നല്ലവനാ നിങ്ങൾ. നിങ്ങൾ ആരാ? ഞാനോ? ആയാം ഉപ്പുതറയിൽ രാജുബാബു, ഓൾ ടാക്സി ഓണർ കം ഡ്രൈവർ. ഹോട്ടൽ റെയിൻട്രിയിൽ ഡ്രോപ്പ് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായും. ഈ ബാഗ്? ഈ ബാഗ് ഞാൻ തന്നെ വെച്ചോളാം. കൊള്ളാം. അവൾ എസ്കേപ്പ് ആയടാ. ഈ ഫോട്ടോയിലുള്ളത് നിങ്ങളാണോ? അതെ മാഡം. ഒരു തവണ എന്റെ ടാക്സിയിൽ ഒരാൾ 30 ലക്ഷം രൂപ വെച്ച് മറന്നുപോയി. അതെടുത്ത് കൊണ്ടുപോയി ഞാൻ നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തല്ലോ. സോ ഈ SP ചൗധരിയാണ് എനിക്ക് സമ്മാനം തന്നത്. ഇനി എന്ത് ചെയ്യൂടാ? ഏതോ ഒരു ഹോട്ടലിന്റെ പേര് പറഞ്ഞിരുന്നടാ. അബാദ് പ്ലാസ, ഗോകുലം പാർക്ക്, താജ് മലബാർ, ലേ മെറിഡിയൻ. റെയിൻട്രി. Good morning, sir. How can I help you? We want a suite room. 15,000 pay to you, sir. Oh, 50,000? No, sir. 15,000. അതെ, 50,000. ഒരു 50,000 രൂപ തന്നെ. Madam, ആരാ sir? ഫിനാൻസിയർ. What? Financier? അയ്യോ, ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ്. That's fiancé. അതെന്തേലും ആട്ടെ, വേഗം ചാവിതാ. വാ മാഡം, അകത്തേക്ക് വാ. റൂം ഇഷ്ടപ്പെട്ടോ നോക്ക്. What a beautiful room. നമ്മളെ വിശ്വസിച്ച് വന്നവർ പറ്റിക്കപ്പെടാൻ പാടില്ല, അതാണ് എന്റെ പോളിസി. മാഡം, മണിയൊക്കെ എന്തിനാണ് മാഡം? നിങ്ങൾക്ക് ഇനി എവിടെയെങ്കിലും പോകണമെങ്കിൽ പറ, ഞാൻ കൊണ്ടുപോകാം. തൃപ്പൂണിത്തുറ അറിയാമോ? അറിയാലോ. എന്നെ അവിടെ കൊണ്ടുപോകാമോ? തീർച്ചയായിട്ടും മാഡം. ആദ്യം മാഡം പോയി ഫ്രഷ് ആയിട്ട് വാ, ഞാൻ റെഡി ആയിട്ടിരിക്കാം. How sweet. നോക്കടാ, വെറും ടവല് മാത്രം ഉടുത്തുകൊണ്ട് ഒരുത്തി അലഞ്ഞു നടക്കുന്നു. ഏതോ തുണ്ടുപടത്തിന്റെ ഷൂട്ടിംഗ് പോലെയുണ്ട്. 5:30ക്കുള്ള വണ്ടിയാ, നാളെ രാവിലെ അങ്ങ് എത്തും ഞാൻ. 5:30ക്കുള്ള വണ്ടിയാണോ പടം? അത് വീണ്ടും റീമേക്ക് ചെയ്യുന്നു. ബാത്റൂം സീനുള്ള റിസപ്ഷനിൽ വെച്ചാ എടുക്കുന്നേ. അവിടെ നോക്കടാ, മല്ലു അല്ലടാ, മലേഷ്യ. You know how important it's to me. Please understand. എന്താ സാർ ഇത്? ഇത്ര വലിയ ഹോട്ടലില് കുളിക്കുമ്പോ വെള്ളം പകുതി വെച്ച് നിന്ന് പോയാ എന്താ സാർ അർത്ഥം? നോക്ക്, പാവം ടൗലിൽ നിൽക്കുന്ന കണ്ടില്ലേ? എന്താ തമാശ കളിക്കണോ? ബാറിലൊക്കെ വെള്ളം 3 മണി വരെ ഒഴുക്കി കളയുക. ബാത്റൂമിലെ മാത്രം വരില്ലെന്ന് പറഞ്ഞാ എങ്ങനെയാ? വെള്ളത്തിന്റെ പ്രശ്നമൊന്നുമില്ല. മാഡത്തിന്റെ ബാഗ് ആരോ മോഷ്ടിച്ചു. എന്താ നിങ്ങളുടെ ബാഗ് പോയ പോലെ ടെൻഷൻ അടിക്കുന്നേ? എന്താ മാഡം അങ്ങനെയൊക്കെ ചോദിക്കുന്നത്? മാഡത്തിന്റെ ബാഗ് ഞങ്ങളുടെ ബാഗ് എന്നൊക്കെ ഉണ്ടോ? നമ്മുടെ ബാഗ് മാഡം, നമ്മുടെ ബാഗ്. ഒന്നിച്ച് ഫ്ലൈറ്റിൽ വന്നു, അടുത്തടുത്ത സീറ്റിലിരുന്നു. നിങ്ങളും മലയാളി, ഞാനും മലയാളി. നിങ്ങളും ഞാനും മലയാളി, നിങ്ങളും ഞാനും മലയാളി, നിങ്ങളും ഞാനും. ഒരു മലയാളി പെണ്ണിന് ഇങ്ങനെ ഒരു പ്രശ്നം വന്നാ മിണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. വിളിക്കണ മാനേജറെ. എന്താ സാർ, ഞങ്ങൾ എന്ത് ചെയ്യണമെന്നാ പറയുന്നത്? അടുത്ത 10 മിനിറ്റിൽ ബാഗ് വിടത്തണം, ഇല്ലെങ്കിൽ നടക്കുന്നത് വേറെ. ഇഷ്യൂ അറിയാതെ സംസാരിക്കരുത്. ഇവിടെ എന്താ നടന്നോ? എന്താ സാർ ഇനി നടക്കണ്ടേ? നിലവിളക്ക് പോലെ ഇരുന്ന ഒരു പെണ്ണിനെ ടവൽ കെട്ടി ക്യാമറ ഡാൻസറെ പോലെ ആക്കി കളഞ്ഞു. ഒന്നും ശരിയാവില്ല, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ നോക്ക്, ഇത്ര സീരിയസ് സംസാരിക്കുമ്പോൾ വീഡിയോ ഗെയിം കളിക്കുന്നയാൾ. ഹലോ പോലീസ് സ്റ്റേഷൻ. ഞങ്ങള് ബഹളം ഉണ്ടാക്കി വലിയ പ്രശ്നം ഉണ്ടാക്കുന്നു വിചാരിച്ചല്ലേ? നെവർ. We are very decent fellows. By the way, actually ഇവിടെ എന്താ നടന്നതെങ്കിൽ ഇവരെ ആരോ ശരിക്കും പറ്റിച്ചു. ഇവരുടെ ഭർത്താവ് എന്ന് പറഞ്ഞ ആരോ ഇവരുടെ പേരിൽ റൂം എടുത്തു. ഇവർക്ക് കുട്ടി ജനിച്ചെന്ന് പറഞ്ഞ് ഇവരുടെ അഡ്വാൻസ് തിരിച്ചു വാങ്ങി സാധനങ്ങളെല്ലാം എടുത്ത് ഓടിക്കളഞ്ഞു. My God, പിന്നെ എന്താ നടന്നതെങ്കിൽ? ഞാനെന്താ കഥയാണോ പറയുന്നേ? ആദ്യം റൂം വഴിയിടും, ഇല്ലെങ്കിൽ പോലീസിനെ വിളിക്കേണ്ടി വരും. നോക്കടാ, 10 നിമിഷത്തിനുള്ളിൽ വൈഫ് എന്ന് പറഞ്ഞ് കുട്ടിയെ ജനിപ്പിച്ചു. കുറച്ചുകൂടി കഴിഞ്ഞാൽ കാതുകുത്തി പേരിട്ട് ബിരിയാണിയും വിളമ്പെന്ന് തോന്നുന്നല്ലേ? ബാത്റൂം പ്രശ്നത്തെക്കാൾ ഇയാളെ ഏതൊരു പ്രശ്നം അലട്ടുന്നു എന്നാ തോന്നുന്നത്. എന്താടോ 1 hour ആയിട്ട് 1 day മാച്ച് പോലെ കണ്ടുകൊണ്ടിരിക്കുന്നല്ലോ. ആ റോസ് വിക്കറ്റ് എപ്പോഴാ താഴെ വീഴുന്നതെന്നല്ലേ? ഇനി ഒരു ടെസ്റ്റ് മാച്ച് വേണമെങ്കിൽ ഞാൻ കാണിക്കാം. എന്താടാ അത്? ഇതെന്റെ അപ്പൂപ്പന്റെ കോണകമാടാ. ഇന്ന മാഡം. അവൻ ആരെന്നറിയോ? അറിയില്ല. ടാക്സി നമ്പറുകൾ നോട്ട് ചെയ്തു. അതും അറിയില്ല.
പക്ഷേ ആ കാറിൽ അയാൾ കമ്മീഷണർ കയ്യിൽ നിന്ന് ഒരു ഷീൽഡ് വാങ്ങുന്ന ഫോട്ടോ ഉണ്ടായിരുന്നു. ടാക്സി കമ്മീഷണർ ഷീൽഡ്. ഏയ് അത് നമ്മുടെ രാജുബാബു ആടാ. അവനാ. ആ ഫ്രോഡോ? നിങ്ങൾ ഫോട്ടോയിൽ കണ്ടത് കമ്മീഷണർ അല്ല മാഡം. കമ്മീഷണർ സിനിമയിൽ അഭിനയിച്ച സുരേഷ് ഗോപിയ മാഡം. സുരേഷ് ഗോപി. മിസ്റ്റർ പെരേര, എങ്ങനെയൊക്കെ പറ്റിക്കപ്പെട്ടോന്ന് കണ്ടോ ഈ കുട്ടി? അവനിപ്പോ എവിടെ കാണും? അവന്റെ വീട് എനിക്കറിയാം. എക്സ്ക്യൂസ് മീ, നിങ്ങളുടെ സെൽഫോൺ ഒന്ന് തരുമോ? ഇതൊക്കെ എന്റെ ഫോൺ തരാം. ഇന്നാ മാഡം. താങ്ക് യു. വിടടാ, ഏതോ ലോക്കൽ കോളാ വിളിക്കുന്നേ. നമുക്കിതൊക്കെ ഒരു ചെലവാണോ? എന്താ മലേഷ്യ ലൈൻ ഇത്ര ക്ലിയർ ആയിരിക്കുന്നേ? മലേഷ്യക്കാണോ വിളിക്കുന്നത്? ഹലോ ചേച്ചി, എന്താടി ഇത്? പോയിട്ടൊരു ഫോൺ പോലും ചെയ്തില്ല. നിന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയിരിക്കുവാന്ന് ഞാനൊരു കള്ളം ഒരു പറഞ്ഞിരിക്കും. ടാക്സി ഡ്രൈവർ എന്റെ ബാഗ് മോഷ്ടിച്ചോണ്ട് പോയി. അതിനകത്തായിരുന്നു എല്ലാം, പൈസയും പാസ്പോർട്ടും ആ കുരുവിയെ കണ്ടുപിടിക്കാനുള്ള മാസ്ക് ഇല്ലേ, അതുപോലും അതിനകത്തായിരുന്നു ചേച്ചി. എവിടെയാടി ദേവി? ഫോൺ ലൈൻ കട്ടായി. കട്ടായോ? ഫോണ് കട്ടായില്ല. ISD സംസാരിച്ച് 300 രൂപയും കാലിയായി. സ്വാഹ. അയ്യോ എടി ദ്രോഹി, എന്റെ അച്ഛന് പോലും ഞാൻ മിസ് കോൾ ആണ് കൊടുക്കണേ. 300 രൂപ 3 മാസമായി കൂട്ടി കൂട്ടി വെച്ചേക്കുമായിരുന്നു. ഒരേ ഒരു സെക്കൻഡ് മലേഷ്യക്ക് കോൾ ചെയ്ത് സ്വാഹയാക്കി. അളിയ കുരുവി പോകാമട കൊച്ചിക്ക്. എന്താണ് ഇവിടെ ഒരു ആൾക്കൂട്ടം? അത് ശരിയാ, ഇത് രാജുബാബുവിന്റെ വീടല്ലാന്ന് തോന്നുന്നു. ഇത് ഏതോ കോട്ടസ്വാമിയോ ബീർസ്വാമിയോ ബോധമില്ലാതെ ജ്യോതിഷം പറയുന്ന ഏരിയ. വാട്ട് ഈസ് ജ്യോതിഷം? ജ്യോതിഷം ഈസ് ഗിവൺ ബൈ സം പുറമ്പോക്ക് ഓൺലി ഫോർ ദർ വൈറ്റ് പിഴപ്പ്. എക്സ്ക്യൂസ് മീ ആൻഡീസ്, രാജ്ബാബു വീട്ടിലില്ലേ? എന്താണ് ആന്റിയൊക്കെ തല്ലാൻ വേണ്ടി വരുന്നത്? നീ ആരടാ? ആ ഫ്രോഡിന്റെ ഫ്രണ്ടാ. Shut up and drop your weapons. I'm Officer Major Sundar Rajan from the Ambellur Real Estate and Avalatral Department. അയ്യോ സോറി സർ. Yeah, he's my assistant yes, and that girl is his assistant in Mafti. Shut up! സോറി സർ. അവരെ നീ എന്താടാ കാണിച്ചേ? എന്റെ സ്വന്തം വോട്ടർ ID കാർഡ് എന്ത് ലാമിനേറ്റ് ചെയ്താലും നമ്മുടെ ആളുകൾ ഭയപ്പെടും. ഓക്കേ. Where is Raj Babu? യാ. ഇവിടെയുള്ള ആളുകളുടെ സാധനങ്ങളൊക്കെ മോഷ്ടിച്ചു സർ. എൻ്റെ 5 പവന്റെ ചെയിൻ, വളകൾ, ദോ ഈ പെണ്ണിന്റെ സ്കൂട്ടർ വരെ അവൻ കട്ടു. ഞങ്ങളെ എല്ലാവരെയും ആ ഫ്രോഡ് പറ്റിച്ചു സർ. സങ്കടപ്പെട്ട് സംസാരിക്കുന്നു ജീവിതം മടുത്ത ഇവർ. Come on, you proceed. ഞങ്ങൾ വീട് അന്വേഷിച്ച് വരുന്നതിന് മുമ്പ് എവിടെയോ പോയി കളഞ്ഞു സർ. My God, house under lock. അവിടെ നോക്കി ഒരു ഓവർഫ്ലോ ആണ്. എന്തിനാ ഇപ്പൊ കരയുന്നത്? Why are you crying? അവർക്കൊക്കെ പണമാണ് സാർ നഷ്ടപ്പെട്ടത്. നിങ്ങൾക്ക്? മാനം തന്നെ നഷ്ടപ്പെട്ടു സർ. My God. അവൻ അത്ര ആക്റ്റീവായി പെർഫോം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നീ എന്ത് ചെയ്യുമായിരുന്നു? ടിവിയിലുള്ള സീരിയൽ കാണുമായിരുന്നു സർ. സീരിയൽ ഗ്യാപ്പിൽ ഡുമ്മാകുത്തോ? അത് ഡപ്പാങ്കുത്തല്ല സാർ, കുരുവിക്കുത്ത്. ഇറ്റ്സ് എ ഹോപ്പ്ലെസ് കേസ്. ഛേ, മിസ്സായി പോയി. അവൻ നമ്മളെക്കാളും വലിയ ഫ്രോഡാ. അതാ നമ്മളെ പറ്റിച്ചോണ്ട് പോയത്. അവൻ ഇവിടെ തന്നെ ഉണ്ടാ, കൺഫേംഡ്. എന്താ അങ്ങനെ പറഞ്ഞേ? ലുങ്കി എടുത്ത് പോകുന്നുണ്ടില്ല ഒരു മങ്കി, അത് കണ്ടിട്ടാ പറഞ്ഞേ. അറ്റാക്ക്. വാടാ. ഞാൻ എങ്ങനെ വരുന്നേ? ഇവിടുന്ന് ലിഫ്റ്റ് വെച്ച് വരാൻ പറ്റുമോ? ചാടി വാ. പറ്റില്ല. ഇവനോട് കുനിയാൻ പറ. ആരെയാടാ? നിന്നെ തന്നെ. ഞാനോ? ഞാനാരാ? എന്റെ ഫാമിലി ഏതാ? എന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താ? ഞാൻ എങ്ങനെയാ കുനിയുന്നത്? അവളുടെ ഫാമിലി എന്താ? അവളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താ? അവളുടെ ചേട്ടനാ ഗോച്ച. ഗോച്ചയോ? ഗോച്ചാപ്പാറ് ഗോച്ചയുടെ അനിയത്തി കേറുന്നേ പാറ്. കുനിഞ്ഞിരിക്കും. അയ്യോ, കാഴ്ചയിൽ മാത്രമാണോ കൊഞ്ചിനെ പോലെ ഇരിക്കുന്നേ? പക്ഷെ വെയിറ്റ് ഒരു ആനയുടെ വെയിറ്റ് ആടാ. പറയൂ സേട്ട്, എന്താ മാറ്റർ? എന്താ മിലിറ്ററി വണ്ടിയോ? എന്താ കോമഡി പറയാണോ? 3 മുഖം രജനി, വേട്ടയാടി വിളയാട് കമൽ, തങ്കപ്പതക്കം ശിവാജി. ഈ ഡ്യൂപ്ലിക്കേറ്റ് വെച്ച് കണ്ണി കണ്ടവരെയൊക്കെ പറ്റിക്കുവായി ഇവൻ. ഓഹോ, മിലിറ്ററി റമ്മോ. അമ്മേ, അമ്മേ, ഡോക്ടറിന്റെ അമ്മയ്ക്ക് ഒന്നും വരാതെ നോക്കണേ ഡോക്ടർ. എന്റെ അമ്മ എനിക്ക് ജീവനാണ് ഡോക്ടർ. ഞാൻ വേണേൽ എന്റെ അമ്മയ്ക്ക് ഒരു കിഡ്നി ഒരു കൊടുത്തേക്കാം. കിഡ്നി അല്ലടാ, നിന്റെ 2 കിഡ്നിയും കൊണ്ടുപോകാനാ ഞങ്ങൾ വന്നത്. ആട്ടെ മാടമാര്. എന്നെ നോക്കി ആരാണ് ചോദിക്കുന്നത്? ഫ്രോഡ് അല്ലേ നീ? നിന്നെ പറ്റിച്ചില്ലേ? നിന്റെ ബാഗ് എവിടെ? ആദ്യം ബാഗ് ഇങ്ങ് താ. അതിനകത്ത് എന്റെ സ്കാർഫ് ഉണ്ട്. മാഡം, ഇവിടെ ഒരേ ഒരു ബാഗേ ഉള്ളൂ. ഫുൾ അഴുക്ക് തുണിയത് കാരണം ആരും വാങ്ങിയില്ല. വേണമെങ്കിൽ എടുത്തു കൊണ്ടുക്കോ. എന്റെ ചെറിയ ബാഗ് എവിടെ? മാഡം പോയിട്ട് ഡ്രസ് മാറ്റിട്ടോ, ഇത് ഞങ്ങൾ നോക്കിക്കോളാം. ഒരു ധൃതിയുമില്ല, മേഡം പോയി പതുക്കെ വന്നാ മതി. അവനെ വെറുതെ വിടരുത്. ചെറിയ ബാഗ് എവിടെയാ? കട്ടിലിന്റെ മേലെ ഉണ്ട്. അയ്യോ, എന്റെ ചെറിയ ബാഗ്. താങ്ക് യു. നോ മെൻഷൻ. ബൈ. ഇവര് പിന്നെ കൊടുക്കാം. അവള് എസ്കേപ്പ് ആയ എന്ത് ചെയ്യും? ഇവനെ റൂമിൽ പോയിട്ട് വേണേലും അടിക്കാം. ഇവനെ എന്താ റൂമിലേക്ക് കയറ്റി അടിക്കുന്നത്? ഇവിടെ കിടന്ന് അടി മേടിക്കണം. ഷട്ടർ പൊക്കടാ. നീയോ അതിന്റെ വേല ചെയ്തോളൂ. ചേച്ചിമാരെ കേറി തകർത്തോ. മലേഷ്യ ബാഗുമായിട്ട് എസ്കേപ്പ്. അയ്യോ, സഹായം ചെയ്തവർക്ക് പണി കൊടുക്കണം എന്ന് വിചാരിച്ചാ ഇങ്ങനെയൊക്കെ തന്നെ നടക്കും. കൈ കൊടുക്കടാ. Nice meet you. My name is. എനിക്ക് എനിക്ക് നടക്കാനേ വയ്യ. ശരിക്കും ഇത് ഫ്രാക്ചറാടാ. എന്ന് വെച്ചാ ഉളുക്കട. ഓ, നമ്മുടെ നാട്ടിൽ അങ്ങനെ. എനിക്ക് ഭായിയുടെ കല്യാണത്തിന് പോയേ പറ്റൂ. ഇങ്ങനെ ചളുക്കം ഉളുക്കൊന്നും പോവാൻ പറ്റുമോ? ഉളുക്ക് മാറിയല്ലേ പോവാൻ പറ്റൂ. ഉളുക്ക നീ മാറ്റൂ.
ഞാൻ തിരുമ്പി ആണുങ്ങൾക്ക് മാത്രമേ ഉളുക്ക് മാറൂ, പെണ്ണുങ്ങൾക്ക് മാറില്ല. ഇത് ആര് മാറ്റും? ഓമ്മ, ഏതാ ആ, അമ്മ, ഏതമ്മ? നിന്റെ അമ്മ, അമ്മമ്മ, നമ്മുടെ അമ്മ. അതേടാ, അമ്മ ശരിക്കും ഉളുക്ക് മാറ്റില്ലേ? ഇപ്പഴീ പെണ്ണിനെ കൊണ്ട് വീട്ടിൽ വിട്ടാൽ അമ്മ ഉടനെ എണ്ണയിട്ട് തിരുമ്പാൻ തുടങ്ങും. ബാഗ് വാങ്ങി മേശപ്പുറത്ത് വയ്ക്കും, അപ്പൊ കാണാതെ പോയിക്കോളും. അത് ഉളുക്ക് വേദന. എന്റെ അമ്മ ഉളുക്ക് മാറ്റിയത് സൂപ്പർ. ഓക്കേ, ഓക്കേ, പൊക്കിക്കോളാം. പൊക്കിക്കോ. പാർവതി, നിന്റെ മോനെ വന്ന് നോക്ക്. എവിടെന്നോ ഒരു ഗർഭിണി പെണ്ണിനെയും കൊണ്ടുവന്ന് നിൽക്കുന്നു. മാറ്റണം ഇത്. ഇവൾ ആവശ്യമില്ലാതെ പേരുദോഷം കേൾപ്പിക്കും. ഈ കുരുത്തം കെട്ടവനോട് കൂടരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓ മൈ ഗോഡ്, ജസ്റ്റ് മിസ്സായി പോയി. ആ ജസ്റ്റ് മിസ്സാ. എടാ വേണു, ആരടാ ഈ പെണ്ണ്? അതാണോ അമ്മേ? ഇവളുടെ പേര് ദേവീത. മലേഷ്യയിൽ നിന്ന് വന്നിരിക്കുക. തെന്നി വീണിട്ട് കാലുളുക്കിയിരിക്കുക. ഇങ്ങോട്ട് എന്തിനാ കൂട്ടിക്കൊണ്ട് വന്നേ? ഡോക്ടറുടെ അടുത്തല്ലേ കൊണ്ടുപോകണ്ടത്? ഡോക്ടർ എടുത്തോ? നിങ്ങൾ തന്നെ തിരുമോന്നല്ലേ പറഞ്ഞത്? ആര് പറഞ്ഞു? അമ്മേ അമ്മേ, എന്താടാ എന്നോട് തിരുമാൻ പറയുന്നേ? അയ്യോ അമ്മേ, ആ പെണ്ണിന്റെ ചേട്ടൻ നമുക്ക് കാശ് തരാനുള്ളത്. ശരിയടാ, ഞാനിപ്പോ എന്താ ചെയ്യട്ടെ? വിളക്കെണ്ണ ഇരിപ്പില്ലേ, ഉണ്ട്. അത് പുരട്ടി ആ, എന്റെ അച്ഛനാണെന്ന് വിചാരിച്ച് നല്ല തിരുമ് ഉളുക്ക തന്നെ പോയിക്കോളും. ഇപ്പോഴെന്താണ് ചെയ്യണ്ടേ? അറിയില്ലേ, ഉളുക്ക് മാറണമെങ്കിൽ ആദ്യം കുമ്പിട്ട് കിടക്കണം. അയ്യോ, അങ്ങനെ ചെയ്യണോ? കൃഷ്ണ, അയ്യോ അമ്മ അല്ലമ്മേ, ആദ്യം ആ പെണ്ണിനെ തിരിച്ചു കിടത്ത്. അതെ, കുറച്ചു കാലമായില്ലേ, അതാ അമ്മ മറന്നത്. മാട്ട്. അയ്യോ, ഇവളുടെ ഇടുപ്പിലെ ഉളുക്ക് ഞാൻ എങ്ങനെയാണോ മാറ്റുന്നേ? ഇനി എന്നതാടാ ചെയ്യണ്ടേ? വിളക്കെണ്ണ. എന്തിനാടാ അമ്മ വെറുതെ വഴക്ക് പറയുന്നേ? അമ്മേ, വിളക്കെണ്ണ പുരട്ടി ഒരു പാട്ടും പാടി മസാജ് തുടങ്ങ്. ആ, ഗിഞ്ചിയേട് പഴകി മഞ്ചൾ ചേക പഴകി. എന്ത് പാടുന്നടാ? എന്താ ശ്രുതിയോടെ പാടുന്നു? വേദനിച്ചിട്ട് കിടന്ന് കരയുന്നതാ. നോക്കി തടവമ്മേ. എന്തേലും എടുത്ത് മുറുക്കെ പിടിക്കുമോളെ. പല്ല് കടിച്ചോണ്ട്. അയ്യോ, വേദനയാ. അയ്യോ, പിടിച്ചിട്ടുണ്ട്. എങ്ങനുണ്ടടാ? സൂപ്പർ. എടാ വേണു, ആ ഫ്രോഡ് ചെക്കന്റെ കൂടെ ചേർന്ന് നീയും എന്തിനാടാ തരികിട കാട്ടേ? ആ ഇട്ടോ നിന്നെ. അയ്യോ, അമ്മൂമ്മയുടെ ചികിത്സയല്ല ശരിയായത്. ഉളുക്ക് മാറിയല്ലോ. ഇറ്റ്സ് ഗോൺ. സോ ഐ ആം ഗോയിങ്. ഞാൻ പോവാ. ബാഗ് മറക്കല്ലേ മാഡം. ഒരു എമോഷണലി കൊടുത്തതാ. അമ്മേ, എങ്ങോട്ടാ പോകുന്നേ? അതിന് ഞങ്ങൾ എടുത്തില്ലല്ലോ. പിന്നെ എങ്ങോട്ടാ അത് പോകുന്നേ? ഉളുക്ക് മാറിയില്ലേ? ക്ലിയർ ആയല്ലോ. ഞങ്ങളുടെ ജോലി തീർന്നില്ല. എന്താ? മോളെ, പയ്യെ പയ്യെ പോ മോളെ. പയ്യെ പയ്യെ. അതൊന്നും പറ്റില്ല. കുരുവിയെ കാണണം. ബായുടെ റിസപ്ഷൻ എനിക്ക് പോയേ പറ്റൂ. അയ്യോ, വലിയവര് പറഞ്ഞില്ലേ, അത് മോശ സ്ഥലം. ഈ സമയത്ത് പോയാൽ കുരുവിയെ കാണുന്നതിന് മുമ്പ് ആരെങ്കിലും കൊത്തിക്കൊണ്ടുപോകും. മര്യാദയ്ക്ക് പോയി കിടക്ക്. ജാഗ്രത 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 ജാഗ്രത. ഇത്ര തലേന്ന് ഇരുന്നിട്ട് ബാഗ് തലയുടെ അടിയിൽ വെച്ച് കിടക്കുന്നവള്. ഈ കുരുവി എന്റെ അടുത്തുനിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. ഞാൻ നിന്നെ കണ്ടുപിടിച്ചത് കണ്ടോ? ഐ ലവ് യു ഡാ. ഐ ലവ് യു സോ മച്ച്. റിയലി. ദ്രോഹി. എവിടെ അവള്? ആ, ഇന്നലെ രാത്രി വീട്ടിലേക്ക് വന്നില്ലേ അവള്? അവളോ? ആ. നേരത്തെ രാത്രി ഏയ്, എന്താടി പാട്ട് പാടുന്നേ? കളിയാക്കുവാണോ? ഇല്ലപ്പാ, നിങ്ങളുടെ ആളിനെ ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല. ബാത്റൂമിൽ കുളിക്കാൻ പോയി. ആദ്യം പറയണ്ടടി. എടാ, സൂക്ഷിച്ചു പോടാ, തട്ടി വീഴല്ലേ. നീ മുത്തമൊன்று കൊടുത്താൽ മുത്തമിഴ്. ഗുഡ് മോർണിംഗ് ചേട്ടത്തി. എനിക്കൊരു കോഫി കിട്ടുമോ? ഞങ്ങളോട് എന്തിനാ ചോദിക്കുന്നേ? ഇത് നിങ്ങളുടെ വീട്. നിങ്ങക്ക് കോഫി കുടിക്കാം, ഹോർലിക്സ് കുടിക്കാം, ബോൺവിറ്റ കുടിക്കാം. എല്ലാ അവകാശവും നിങ്ങൾക്കുണ്ട്. പാവം, ശരിക്കും വട്ടുപിടിച്ച കുടുംബം ഇത്. ദാ മോളെ കാപ്പി. ഇതെന്താ ഗ്ലാസ്സിൽ തന്നത്? ഐ വാണ്ട് കപ്പ് ആൻഡ് സോസർ. അതന്നെ, ചുമ്മാ കുടിക്ക്.
ഇതെന്റെ അനിയൻ കാപ്പി കുടിക്കുന്ന ടംബ്ലറാ. അവന്റെ ടംബ്ലറോ? ഇത് എച്ചിലാ, ഇത് എച്ചിൽ. ഇതെവിടെ വെക്കുന്നേ? കാപ്പി കുടിച്ച ഗ്ലാസ് എച്ചിലാണെങ്കിൽ എന്റെ മകനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തപ്പോ എച്ചിലൊന്നും ഉണ്ടായില്ലേ? ഉമ്മയോ? അതെ.